മനുഷ്യന്റെ ദുരാഗ്രഹത്തിന്റെ വിലയായി ആബേലിന്റെ രക്തം ഭൂമിയിൽ നിലവിളിക്കുന്നു. കായലിൽ നിന്ന് പിറന്ന അസൂയ മാനവരാശിയിലേക്ക് പകർന്നൊഴുകിയ ദുരാഗ്രഹത്തിന്റെ വിഷവിത്തുകൾ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വിഷബീജം ഇന്നും മനുഷ്യഹൃദയങ്ങളിലേക്ക് വ്യാപിക്കുന്നു. യുദ്ധങ്ങളായി, അനീതിയായി, അശുദ്ധിയായി. ആ നിഷ്കളങ്ക രക്തത്തിന്റെ ഓർമ്മ ഈ കാലഘട്ടത്തിലും ഒരു ഓർമ്മപ്പെടുത്തലായി നിങ്ങൾക്ക് മുൻപിൽ. രക്തമുദ്ര. ആബേൽ, നിന്റെ ബലിയിലും കാഴ്ചകളിലും ഞാൻ സംപ്രീതനായിരിക്കും. മകനന്തിയോട് പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളിച്ചെന്റെ ബലി ദൈവത്തിന് അസ്വീകാര്യമായിരിക്കുന്നു. അധ്വാനിക്കുന്നവന്റെ വീർപ്പ് വീഴാതെ മുള്ളും മുൾച്ചെടികളും കയറി എല്ലാം നശിക്കട്ടെ. കായൻ, നിന്റെ മുഖമെന്തേ വാടിയിരിക്കും? ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നല്ലോ. പാപം അതിന്റെ എല്ലാ ശക്തിയോടും കൂടെ വാതിൽക്കൽ പതിയിരിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? എടി ഹവ്വേ, നമ്മുടെ പുത്രൻ പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്നുണ്ട്. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ. എന്തു പറ്റി മോനെ? എന്ത് പറ്റാനാ? കായേന്റെ ബലിപീഠത്തിൽ ദൈവം അഗ്നി ഇറക്കിയില്ല. അയ്യോടി ഹവ്വേ, ഇവനും നമ്മുടെ മോൻ തന്നെയല്ലേ. പിന്നെ കർത്താവിന് എന്താ ഒരു വേർതിരിവ്? അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും അവനോടാണല്ലോ ഇഷ്ടം. അങ്ങനെയൊന്നും പറയില്ലേ മോനെ. ഞങ്ങൾക്ക് നീയോ അവനും ഒരുപോലെയല്ലേ? അവൻ പറയട്ടടി. എടാ മോനെ, ദൈവാനുഗ്രഹം കിട്ടണേ, കയ്യിലിരിപ്പ് നന്നാകണം. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് പർദീസ കളഞ്ഞില്ലേ രണ്ടു? ദൈവത്തെ ധിക്കരിച്ച് പർദീസ കളഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്റെ ഗതികേടിന് കാരണം നിങ്ങൾ ഒറ്റ ഒത്തില്ല. എന്ത് പറഞ്ഞ വഴിപഴച്ച സംഗതി? എന്താ ഇത് കായനെ? നീ എന്താണ് അപ്പനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ആകെ മാറിപ്പോയി. മാറുമേ. ദൈവം പോലും ഉപേക്ഷിച്ചവന് ഇനി ഒന്നും നോക്കാനില്ല. ഇടത്തെ ദിക്കിൽ ഒരിക്കൽ കൂടി ഞാൻ ബലിപീഠത്തിലെത്തും. ഒന്നില്ലാതെ വിളവ് മുഴുവൻ വെട്ടിയൊഴിവില്ല. ഞാൻ കാണട്ടെ ദൈവം അഗ്നി ഇറക്കുമോ. ദൈവമേ, അവന് എന്തിനുള്ള വാപ്പാടാ? ആകെല്ലെ പോലെ അവനും എന്റെ വയറ്റിൽ പിറന്നതല്ലേ. ഇതുവരെ ഒരു വേദനയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അവനെ സ്നേഹിക്കുന്നില്ലെന്നാ അവന്റെ പരാതി. നമ്മക്കിത് വരണം ഹവ്വ. പർദീസയിലെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞില്ല. നാം ദൈവത്തെ ധിക്കരിച്ചതുപോലെ ഇപ്പോ നമ്മുടെ മകനും നമ്മെ ധിക്കരിക്കുന്നു. അത്ര തന്നെ. അതോർത്തിന് മനസ്സൊന്നും വേദനിക്കണ്ടെന്നേ. ഇനി അവന് വഴക്കൊന്നും പറയണ്ട. അവന് വലിയ നിരാശയുണ്ട്. ഇതുവരെ ദൈവം കാത്തു. ഇനി അങ്ങോട്ടും ദൈവം തന്നെ നമ്മെ നടത്തട്ടെ. കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോവുകയാണ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം നിനക്ക് ക്ഷീണമാണ്. എന്തിനു പറയുന്നു കായനെ? ഇത്രയും അധ്വാനിച്ചിട്ടും നീ അവഗണിക്കപ്പെടുകയല്ലേ? ചിന്തിക്കൂ കായൻ, ഇതിനെല്ലാം കാരണം നിന്റെ സഹോദരൻ ആബേലാണ്. നിന്റെ മാതാപിതാക്കൾക്ക് അവനെയാണ് ഇഷ്ടം. പണം കഴിക്കുന്ന മരമാണേലും ഒരിക്കൽ മുകളിൽ ചാഞ്ഞാൽ മുറിച്ചു കളയണം. അവനില്ലാതാവണം. ചേട്ടാ, ചേട്ടനെ വിളിച്ചു. നീ അറിഞ്ഞു കാണുമല്ലോ, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ബലിയർപ്പിച്ചിട്ട് ദൈവം നിന്റെ ബലി സ്വീകരിച്ചു. ഞാനോ തിരസ്കൃതനായി. അത് ഞാൻ ദൈവപ്രതിക്ക് അർപ്പിച്ച ബലിയാണ്. എൻ്റെ ആട്ടിൻപറ്റത്തിലെ കടിഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ ബലി നൽകിയതേ ഉള്ളൂ. അനുഗ്രഹം ഏതായാലും നമ്മുടെ കുടുംബത്തിൽ തന്നെ. രണ്ടു ബലി അർപ്പിച്ചത് കൊണ്ടല്ലേ ദൈവത്തിനൊന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇനി മുതൽ ഒരു ബലി മതി, എന്റെ ബലി. ഞാൻ ബലി അർപ്പിക്കണമെന്നാണോ ചേട്ടൻ പറയുന്നത്? ഇനി ബലി അർപ്പിക്കാൻ നീ ഉണ്ടാവരുത്. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് വേദനിക്കുന്നു. എന്നോട് ചെയ്യല്ലേ? എനിക്കൊരിക്കലെങ്കിലും വിജയിക്കണം. അതിന് നീ ഇനി ഉണ്ടാകാൻ പാടില്ല.
കായൻ, കായൻ, നിന്റെ സഹോദരൻ എവിടെ? എനിക്കറിയില്ല. ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ സഹോദരന്റെ രക്തത്തിനായി വായു കിടന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഇവനാണ് കായൻ, സ്വന്തം സഹോദരന്റെ രക്തം മണ്ണിൽ വീഴ്ത്തിയത്. ഇവനാണ് കായൻ, ദൈവത്തിന്റെ ദാനം വിലമതിക്കാതെ ആൾഫലങ്ങൾ ബലിപീഠത്തിൽ അർപ്പിച്ചവൻ. ഇവനാണ് കായൻ, ഇവരുടെ തലമുറകൾക്ക് ദുർമാതൃകയായത്, ഭൂമിയിൽ അസൂയയുടെയും അക്രമത്തിന്റെയും വിത്തെറിഞ്ഞവൻ. ദൈവമേ, രക്ഷിക്കാമേ. കാണുന്നവരെല്ലാം എന്നെ കല്ലെറിയാൻ ശ്രമിക്കുന്നു. ഇവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് ഈ പാപികളുടെ ജീവൻ നീ തിരിച്ചെടുക്കണമേ. ഇല്ല കായൻ, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. പാപിയുടെയും നീതിമാന്റെയും ജീവൻ എന്റെ അവകാശമാണ്. ഒരു ജീവനെയും നശിപ്പിക്കാനോ തിരിച്ചെടുക്കാനോ മനുഷ്യനെ ഞാൻ അനുവദിക്കുന്നില്ല. ജീവനെ സംരക്ഷിക്കുക മാത്രമാണ് മനുഷ്യന് ഞാൻ നൽകുന്ന ദൗത്യം. ജീവന്റെ കാവൽക്കാരാവുക. മനുഷ്യജീവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എന്റെ രക്ഷയുടെ മുദ്ര കായൻ നിന്റെ നെറ്റിയിൽ ഞാൻ പതിക്കുന്നു. രക്തമുദ്ര. Philippians